സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. ബാംഗ്ലൂർ കർണാടക എത്തി. ജസ്റ്റ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു 4:30 ആകുമ്പോഴത്തേക്ക് ട്രെയിൻ വരും. മെട്രോ ആകുമ്പോഴത്തേക്ക് AC ഉണ്ട്. റിലാക്സ് ആയിട്ടിരിക്കാൻ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. വെയിലില്ല, അതാണ് മെയിൻ. അതുകൊണ്ട് ഇവിടെ ഇപ്പം ഇരിക്കുക. एप्पल वाश भी नहीं करेगा, ऐसे ही खाएगा. ऐसा देखा था. അപ്പോൾ ഇത് നമ്മൾ ആഗ്രയിലെത്തി. ഈ ഒരു എസ്കലേറ്ററും കൂടെ കയറി നമുക്ക് ഓപ്പോസിറ്റ് പോകണം. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ താജ്മഹൽ ഇതാ നമ്മുടെ മുന്നിൽ. വാവ്! कोई खींच रहा है आपका फोटो? नहीं है क्या? आजकल पता है उनके बहुत ज़्यादा आ रहा है. चुपचाप निकल जाएगा. അത് കഴിഞ്ഞ് 2 സോക്സ് എൻ്റെ കയ്യിൽ എക്സ്ട്രാ ഉണ്ടായിരുന്നു. അത് വിൽക്കാനുള്ള പരിപാടിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ ഒരു പണി ചേരില്ല എന്ന് പറഞ്ഞപ്പം എന്നെക്കൊണ്ട് പറ്റും എന്ന് കാണിക്കാൻ ഒരു ഫണ്ണായിട്ട് ചെയ്തതാണ് ഞാനിത്, വേറൊന്നും വിചാരിക്കരുത്. അപ്പം ഞാൻ വഴി പോക്കരൊക്കെ പിടിച്ചിട്ട് ഞാൻ സാധനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. यहाँ भी गाइड वाइड के चक्कर में मत पड़ना. हाँ बहुत. और काफी ऊपर तक आ जाता. ये जो जंगल देख रहे हो, जंगल है. हाँ. वीडियो जिससे मैं ऐसे ही जाता हूँ. ഇതേ നമ്മൾ ജമ്മുവിലെത്തി. നമുക്ക് കാശ്മീരിൽ പോകണം. ഒരു നമ്പറൊക്കെ സെറ്റാക്കി അങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാണ് സുഹൃത്തുക്കളെ. ഇവിടുത്തെ മെയിൻ ഫുഡാണ് ഈ ഒരു മട്ടൻ കറിയും ചോറും. അപ്പോൾ ഇത് തന്നെ ഓർഡർ ചെയ്തു. ഈ ഒരു ലൊക്കേഷൻ മറക്കണ്ട. ഷേർ-ഇ-കാശ്മീർ അങ്ങനെയാന്ന് തോന്നുന്നു ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു കാവ ഭയങ്കര സ്പെഷ്യലാണെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കുടിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. ഭയങ്കര ടേസ്റ്റിയാണ്. കട്ടൻ ചായനകത്ത് ബദാമൊക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കിയിട്ട് അവർ തരും. ഈ ഒരു സ്ഥലം കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. വുഡൻ ബ്രിഡ്ജിൻ്റെ സൈഡിൽ തന്നെ ഈ ഒരു ഹൗസ് ബോട്ട് വന്നവർക്കറിയായിരിക്കും. ശ്രീനഗർ എന്ന ഈ ഒരു സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഹൗസ് ബോട്ട് എപ്പോഴും നമുക്ക് വെള്ളം കണ്ടുകൊണ്ടിരിക്കാം. അതേപോലെ തന്നെ ഈ ഒരു എൻട്രൻസും ഇഷ്ടമായി. ഇതിൻ്റെ അകത്തും ഭയങ്കര ഒരു റോയൽ ഫീലായിരുന്നു. കയറിയപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി. എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായി. ഇവിടെ തന്നെ 7 ദിവസം താമസിക്കണം തോന്നി.
നിങ്ങൾക്ക് നോക്കുമ്പോഴേ അറിയാം, നമ്മുടെ സാധാരണ വീടിനേക്കാളും മുഴുവൻ തുണിയാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. നിലത്താണെങ്കിലും ചെരുപ്പിടാതെ വേണം നമുക്ക് അകത്തേക്ക് കയറാൻ. അതേപോലെ തന്നെ ബെഡാണെങ്കിലും എല്ലാം, കേർട്ടൻ ആണെങ്കിലും മുഴുവൻ ഒരു റോയൽ ഫീല് നമുക്ക് കിട്ടും. ഇതിൻ്റെ ഒരു സൈഡാണ് ഇങ്ങനെ ഒരു വ്യൂ നമുക്ക് തരുന്നത്. ഹൗസ് ബോട്ടിൻ്റെ ഒരു സൈഡ് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് തുണിയൊക്കെ അയലിലിടാനും അതേപോലെ തന്നെ ഇവിടെ വന്ന് ഇരിക്കാനും ഒക്കെ അടിപൊളിയാണ്. ഒരു ഈവനിങ് ടൈമാണ് ഞാനിത് എടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. लोकल गाड़ी में कल छोड़ेगा, आप कल थोड़ा बहुत फ्रेश भी हो जाओगे और पूरा सॉर्ट करोगे. जब चिंटू भैया तेरे हाथ हटाना. ए चिंटू, thank you so much. ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഒരു ബാത്ത് ടബ് വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഗോൾഡൻ വാഷ്റൂം സൈഡിലായിട്ട് വരും. ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു അടിപൊളി വ്യൂ കിട്ടും. നല്ല മഴ പെയ്യുന്നുണ്ട്. ഇവിടെയാണ് ഞാൻ താമസിച്ചത്. ഈ ഒരു ബോട്ടിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു വുഡൻ ബ്രിഡ്ജ് കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നു. ശ്രീനഗറിലാണ് വരുന്നത്. ഇതൊരു പഴയ കാലത്തെ ബ്രിഡ്ജാണ്. ഇവിടെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകളുണ്ട്. അതേപോലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്പേസും കൂടെ ഉണ്ട്. നല്ലൊരു വ്യൂവും കൂടെ ആയതുകൊണ്ട് എല്ലാവരും മെയിൻ സ്പോട്ടായിട്ട് കാണുന്നൊരു ബ്രിഡ്ജാണ് ഈ ഒരു വുഡൻ ബ്രിഡ്ജ്. നമ്മൾ ഓട്ടോക്കാരാണെങ്കിലും ട്രാവൽ ചെയ്യുവാണെങ്കിലും നമുക്ക് അവരോട് ഈ ഒരു ബ്രിഡ്ജ് പറയുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സ്ഥലത്തേക്ക് അവർ കൊണ്ടുചെന്നെത്തിക്കും. ഇവിടെ ഞാൻ എൻ്റെ എല്ലാ അറിയുന്ന പോസുകളും പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ശ്രീനഗറിൽ നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. നമുക്ക് നമ്മുടെ ഇന്ത്യയിലൊരു ലണ്ടൻ അല്ലെങ്കിൽ ഒരു ഫോറിൻ ഫീൽ ചെയ്യുന്നൊരു ബ്രിഡ്ജ് നമുക്ക് എടുത്ത് പറയാം. കാരണം അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലം കൂടെയാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. നിങ്ങൾ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തൊട്ടടുത്തുള്ളൊരു ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. ഒരു കുഞ്ഞു ഗാർഡനാണ്, പക്ഷേ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യമുള്ള പാർക്കാണിത്. കാരണം അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പാർക്ക്. എൻ്റെ കൂടെ വന്നവരുടെ ഒന്നും ഫേസ് ഞാൻ കാണിക്കുന്നില്ല. കാരണം അവർ ഓൾറെഡി പറഞ്ഞു അവർക്ക് ഇതുപോലെ ഫെമിലിയർ, അതായത് ഫേസ് ഇതുപോലെ സെലിബ്രിറ്റി സ്റ്റാറ്റസും ഇഷ്ടമല്ല, ഫേസ് പുറത്ത് കാണിക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കാണിക്കാത്തത്. അല്ലെങ്കിൽ എനിക്ക് കാണിക്കേണ്ട യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. പക്ഷേ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു ഫേസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനെങ്കിലും മാക്സിമം ഒരു തവണയെങ്കിലും കാണിച്ചു തരാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ പലതരത്തിലുള്ള വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഒരേ സ്ഥലത്ത് പലതവണ വന്ന് ചെരിഞ്ഞും മറിഞ്ഞും. കാരണം ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പക്ഷേ എനിക്കത്ര ബ്യൂട്ടിഫുള്ളായി തോന്നിയില്ല. കാരണം എൻ്റെ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ഒന്നുകിൽ പുഴയായിരിക്കണം, അല്ലെങ്കിൽ ഒന്നുകിൽ ഗാർഡൻ ആയിരിക്കണം, അതും എക്സ്ട്രീം ആയിരിക്കണം. പൂക്കളാണെങ്കിൽ കുറേ പൂക്കളൊക്കെ വേണം, എങ്കിൽ മാത്രം ഞാൻ ഹാപ്പി ആവുള്ളൂ. അപ്പം എൻ്റെ കൂടെ വന്നവർ
പറഞ്ഞു ഇതേറ്റവും ബ്യൂട്ടിഫുള്ളാണ്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ടുണ്ട്. അങ്ങനെ എന്നെ കൺവിൻസ് ചെയ്ത് അവരെടുക്കുന്ന ഫോട്ടോസും വീഡിയോസുമാണ്. അപ്പം ഞാനിങ്ങനെ പോസ് ചെയ്ത് കൊടുത്തു. പക്ഷേ ഫോട്ടോസ് കണ്ടപ്പോൾ നന്നായിരുന്നു കേട്ടോ, കുറേ ക്യാമറ ഫോട്ടോസ് എടുത്തവർ. പിന്നെ ഇത് എൻ്റെ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്യുന്നതാണ്. അത്യാവശ്യം ഇവിടുത്തെ സീസണും നല്ലതായിരുന്നു. മഞ്ഞ് പെയ്യുന്നില്ലെങ്കിലും നല്ല തണുപ്പാണ്. ഇവിടുത്തെ മരങ്ങളൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു, നമ്മുടെ നാട്ടിലെ പോലെ അല്ല. ഉയരം കൂടുന്തോറും ചായക്ക് മധുരം കൂടുമെന്ന് പറയും പോലെ എനിക്ക് ഉയരത്തിൽ നിന്നിട്ട് മാഗിയും ഇതേപോലെ ഫ്രൈഡ് റൈസും കഴിക്കാൻ തോന്നി. അപ്പം തന്നെ ഓർഡറും ചെയ്ത് കഴിക്കുകയാണ്. ഗാർഡൻ വിസിറ്റിങ്ങിന് ശേഷം ഒരു ഷിക്കാര റൈഡ് ചെയ്യണം നിർബന്ധമായിരുന്നു. കാരണം കാശ്മീർ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മസ്റ്റ് വിസിറ്റിംഗ് പ്ലേസ് ആണ് ഈ ഒരു ഷിക്കാര ലേക്കും റൈഡും ഒക്കെ. അടിപൊളിയാണ്. ഇവിടുത്തെ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഈ ബോട്ട് റൈഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മളെ സമീപിച്ചിട്ട് സാധനങ്ങൾ വാങ്ങിപ്പിക്കും. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ये ऊपर ये दिस वन ये वाला ये देखो दूसरा छोटा क्या हमेशा जुड़ बोलता है हमेशा इधर मत आपको इधर कुछ पता है ना मैम तेरे को कुछ पता है तेरे लैंग्वेज में ഇതെന്താണെന്ന് കുറച്ച് പേർക്കറിയായിരിക്കും, വന്നവർക്കറിയായിരിക്കും, വരാത്തവർക്കുണ്ട് പറയുവാണ്. മട്ടൻ ഇതേപോലെ നമ്മുടെ തീയിലിട്ട് വേവിച്ചെടുക്കുവാണ്. നമ്മുടെ പണ്ടത്തെ ഒരു സമ്പ്രദായമാണ്. ഇന്നതൊന്നും ഇല്ല കേട്ടോ, പക്ഷേ പണ്ടുണ്ടായിരുന്നു. ഞങ്ങളിത് വാങ്ങിച്ചപ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റായിരുന്നു. പക്ഷെ ഞാൻ ഫോട്ടോ വീഡിയോ എടുത്ത് സംതൃപ്തിയായി. വന്നവരെന്നോട് ചോദിക്കണ്ടായിരുന്നു കഴിക്കുന്നില്ലേന്ന്. അങ്ങനെ ഫോട്ടോയും വീഡിയോയും എല്ലാം എടുത്തതിന് ശേഷം ഞാനും 1-2 എടുത്ത് കഴിച്ചു. നല്ല രുചിയായിരുന്നു. वही समझ गया, देख के समझ। हाँ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്താണെന്നല്ലേ, നമ്മുടെ സ്വന്തം കുങ്കുമപ്പൂവാണിത്. സാഫ്രോൺ എന്നൊക്കെ പറയില്ലേ നമ്മൾ. അപ്പം നമ്മുടെ കുങ്കുമപ്പൂവ് ഒറിജിനൽ ഫ്ലവറാണിത്. ഇതിൻ്റെ അല്ലി, അതായത് 3 അല്ലി മാത്രമേ ഒരു ഫ്ലവറിൽ നിന്ന് കിട്ടുകയുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ അടിച്ച് പൊളിച്ച് ഉല്ലാസ യാത്ര തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. ഇത് പോകുന്ന വഴിയിൽ തന്നെ ഒരു വലിയൊരു പുഴ കണ്ടു. പുഴ, ഞങ്ങൾ കണ്ണൂർക്കരി പുഴ എന്ന് പറയും, നിങ്ങളൊക്കെ പുഴ എന്നായിരിക്കല്ലേ പറയുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ നിന്നൊരു റീൽ എടുക്കുവാണ്. അപ്പോൾ റീലിൽ സോങ് ഇടുമ്പോഴത്തേക്ക് കോപ്പി റൈറ്റ് വരും. അതുകൊണ്ട് ഞാൻ എൻ്റെ സൗണ്ട് തന്നെ കൊടുത്തു. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് 2 പേർക്ക് മാത്രമേ ഫോട്ടോ വീഡിയോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൂ. മറ്റ് 2 പേർക്ക് ജസ്റ്റ് കണ്ടോണ്ടിരുന്നാൽ മതി, അവർ ഹാപ്പിയാണ്. അപ്പം ഞാനും അതിലൊരാളാണ്. പോകുന്ന വഴിക്ക് കുറേ ആപ്പിൾ ട്രീസ് കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആപ്പിൾ ട്രീസ്. അപ്പോൾ ഉറപ്പായിട്ടും നെക്സ്റ്റ് ഡേ നമ്മൾ ആപ്പിൾ ട്രീസ് വിസിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നിങ്ങളാരും ഞെട്ടണ്ട, കാരണം ഞാൻ തന്നെ ആലിയ ഭട്ടായിട്ടൊരു റീൽ എടുക്കുന്നതാണ് നമ്മുടെ വേ കംലയ എന്നുള്ള സോങ്ങിൽ. അപ്പം എനിക്ക് ഈ ഒരു പ്ലേസും കുറേ ഷൂട്ട് ഇവിടെയാണല്ലോ നടന്നത്. ഈ ഒരു പ്ലേസ് ഭയങ്കര ഇഷ്ടമായി, ആ ഒരു ഫീല് കിട്ടി. അപ്പം തന്നെ ഞാൻ ആലിയ ഭട്ടായി സ്വയം മാറി. പിന്നെ ഇവിടുത്തെ വ്യൂ ആണെങ്കിലും ഇതുപോലത്തെ ഒരു കുന്നും ഒരു പുഴയും പിന്നെ എൻ്റെ ഈ മൂമെൻറ്റ്സും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് ശരിക്കും ആ ഒരു ഫീലായിരുന്നു ഗൈസ്. നിങ്ങൾ കണ്ടിട്ടല്ല, ഫീൽ ചെയ്ത് മനസ്സിലാക്കണം. ഞങ്ങൾ 4 പേരും 2 ബൈക്ക് റെൻറ്റിനെടുത്തു. അപ്പം ആദ്യത്തെ യാത്ര നമ്മുടെ സ്വന്തം സോൻമാർഗിലേക്കാണ്.
റോഡ് അത്യാവശ്യം പേടിക്കേണ്ട റോഡ് തന്നെയാണ്. കാരണം താഴോട്ടേക്ക് നോക്കുമ്പോൾ വലിയൊരു കനാലൊക്കെ ഇടയ്ക്ക് കാണാൻ പറ്റും. ഭയങ്കര താഴ്ചയിലാണ്. പേടിയുള്ളവർ ഉറപ്പായിട്ടും പേടിക്കും. കാരണം ഞാനൊരു പേടിത്തൊണ്ടിയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങോട്ടേക്കാണ് ഈ പോകുന്നത്. സോൻമാർഗിൽ തന്നെ ഹോഴ്സ് റൈഡിൽ പോവാണ് ഞാൻ. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും ഈ ഒരു 1 ഹവറോളം നീണ്ടു നിൽക്കുന്ന ഹോഴ്സ് റൈഡ് ചെയ്യാൻ പോകുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതേപോലെ തന്നെ നല്ല രസമാണ്. കാരണം ഹോഴ്സിൻ്റെ പുറത്ത് ഇതേപോലെ വലിയ കുന്നും മലയും ഒക്കെ താണ്ടി പോകുക എന്ന് പറയുന്നത് നമ്മൾ ഫിലിമിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം നേരിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുവാണെങ്കിൽ അതല്ലേ ശരിക്കും അടിപൊളി എന്ന് പറയുന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരാൾക്ക് 1500 2000 രൂപയൊക്കെയാണ് ഒരു ഹോഴ്സ് റൈഡിന് പറയുന്നത്. അപ്പം നമ്മൾ ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ ശരിക്കും ആലോചിച്ചിട്ട് എടുക്കണം. കാരണം നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും ആ ഒരു റേറ്റിന് ചേഞ്ച് വരും. കാരണം ഇഷ്ടംപോലെ ഹോഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്ററോളം ഹോഴ്സ് റൈഡ് ചെയ്യണം. അപ്പം ഞാൻ ഇത്രയും ലോങ് ആദ്യമായിട്ടുണ്ട്. ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഞാൻ അയാളുടെ ഷോൾഡറിലും കഴുത്തിലൊക്കെ പിടിച്ച് ഞെരുകുന്നുണ്ടായിരുന്നു. പാവം. Мушек сенат, будьте добавить. Будьте добавить. Окей. इसको करना भी जिम्मे वो मेरे पास आ जाएगा मैं कर നമ്മൾ പോകുന്ന വഴിക്ക് നിങ്ങൾ കാണുന്നുണ്ട് കുറേ മഞ്ഞ് പോലെ. ഇത് ശരിക്കും ഐസാണ്. ഐസ് ഇങ്ങനെ വീണ് കിടക്കുന്നതാണ്. പക്ഷേ കുറച്ച് നമുക്ക് അടുത്തായിട്ട് തോന്നുമെങ്കിലും ഒരുപാട് കിലോമീറ്റർ അകലെയാണ് ഈ കാണുന്നതൊക്കെ. എല്ലാം കഴിഞ്ഞ് മഞ്ജു വാര്യർ നമ്മുടെ കുതിരപ്പുറത്ത് കയറുന്ന സീനില്ലേ, അതിനേക്കാൾ ഇരട്ടി കോൺഫിഡൻസിൽ ഞാൻ കൈയൊക്കെ വിട്ട് ഇതേപോലെ വരുവാണ്. കാരണം അതുവരെ പേടിച്ച് നിലവിളിച്ച് നിന്നിരുന്നു ഞാൻ ഭയങ്കര കോൺഫിഡൻ്റായി. എനിക്ക് തന്നെ തോന്നി ഈ കുതിര എന്നെ വീഴ്ത്തില്ല. പക്ഷെ ശരിക്കും അങ്ങനെയാണ്. കുതിര വീണ് കഴിഞ്ഞാൽ നമ്മളെ അത് സേഫായിട്ട് തന്നെ അത് കൊണ്ടുപോകും. അതാണ് അതിൻ്റെ ഒരു ചരിത്രം. അപ്പം ഞാൻ ഭയങ്കര കോൺഫിഡൻ്റായി. കാരണം ആ ഒരു പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിരുന്നു. ചിലപ്പോൾ അതായിരിക്കാം ഞാൻ അത്രയും കോൺഫിഡൻ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. പിടിച്ചിട്ട് പോലും ഇല്ല, ഞാൻ ഫ്രീ ആയിട്ട് വരുവാണ്. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ 3rd ഡേ ആണ്. ഞാൻ ഫുൾ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഓറഞ്ച് ഷൂ കണ്ടോ.
നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ശ്രീനഗർ വുഡൻ ബ്രിഡ്ജിലാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ ലണ്ടൻ ബ്രിഡ്ജ് പോലെയൊക്കെ തോന്നും. അപ്പം ഞാൻ അടിപൊളി കിട്ടി വന്നിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്. ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബോട്ട്, ഹൗസ് ബോട്ട്സ്, അതേപോലെ തന്നെ കുറേ റെസ്റ്റോറൻറ്റ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്നലെ ഒരു 6 ഹവറോളം ട്രാവൽ ചെയ്തു, അതും ബുള്ളറ്റിൽ. അപ്പം അവർ രണ്ടുപേരും ഭയങ്കര ടയേർഡായി. അപ്പം ഇന്ന് കാർ എടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാം ഇവിടെ റെൻ്റലാണ്. അപ്പം 1 ഡേ 1500 to 2000 ഒക്കെയാണ് ഇവിടുത്തെ റേറ്റ് വരുന്നത്. അപ്പം നിങ്ങൾ നോക്കിയിട്ട് ഇവിടെ വരുമ്പോൾ ചെയ്യണം. കാരണം പല സ്ഥലത്തും പല റേറ്റാണ്. എന്തായാലും ഒരു 1000-ൻ്റെ മേലെ വരും, അത് ഉറപ്പാണ്. ബുള്ളറ്റൊക്കെ ആണെങ്കിൽ 700 to 1000, 1500 ഒക്കെയാണ്. ഇത് പെഹൽഗാം എന്ന് പറയും. അപ്പം നമ്മുടെ സ്വന്തം മിനി സ്വിറ്റ്സർലാൻഡാണ്, നമ്മുടെ ഇന്ത്യയിലെ മിനി സ്വിറ്റ്സർലാൻഡ്. അപ്പോൾ ഇവിടുന്ന് ഹോഴ്സ് റൈഡ് ഉണ്ട്. ഇന്നലെ വരെ കരഞ്ഞ് വീഴാൻ പോയിരുന്നു ഞാൻ. ഇന്ന് ഫോട്ടോ, വീഡിയോ എല്ലാം ഹോഴ്സിൻ്റെ മേലെ കയറി നിന്ന് എടുക്കാൻ തുടങ്ങി. അതാണ് കോൺഫിഡൻസ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മിനി സ്വിറ്റ്സർലാൻഡിലേക്കാണ്. सिंगल हो या आपको बिछाना है? हाँ, पर मैं अकेले कैसे? अभी का राउंड होगा, इसके बाद आपको करवाएंगे. आप भी अंदर आओगे क्या? नहीं वो बात सर जी आपको मस्त है ये, सही हो रहा है. ये उधर लगा, आप इसको ये फोन उधर लगा. इधर 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 इधर. शीनू इधर देखना. कैसे आओ क्या हो है कि ना मला हवा बा हवा कहीं नहीं पाता. बच्चे से जख्म नहीं ना आता. फोटो संभाल के तुम मुझे सर इधर सुनो, जो जगह आता है ना, इसका नाम आता है ओल्ड स्कारा. ओल्ड स्कारा. जब विंटर के टाइम में पहाड़ों पे बर्फ होता है ना, जंगली जानवर को उधर पानी वानी नहीं मिलता, वही टैंकर. वीडियो की चाहिए वाले ये वीडियो की.
सेल्फी लेना उधर बीच में जाके। मत जाना। इधर इधर आओ, अभी जा अभी जा अभी जा अभी जा। अरे यार तू इतना डरती है, इधर आ जा। ग्रीन एप्पल्स ले लो ना इधर से। अच्छी ना, अभी चेक करते हैं, 2 एप्पल्स ले लेते हैं क्या? मेरे से ले लो ना, मैंने लिया 1 kg। अब पूरा ग्रीन ही लिया होगा। अरे हाँ हाँ, आप दूसरा ले लो। कितने का किया? ഈ ആപ്പിൾ ട്രീകളോടുള്ള എൻ്റെ ഒരു ഒബ്സഷൻ മാറുന്നേ ഉണ്ടായിരുന്നില്ല. ഞാൻ തിരിഞ്ഞും മറിഞ്ഞും അവിടെയുള്ള ഒരു 200 ആപ്പിൾ ഉണ്ടെങ്കിൽ ഒരു 2% ആപ്പിൾസ് മാത്രമേ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയിരുന്നുള്ളൂ. കാരണം അവിടെ കുറേ ഭാഗത്ത് വേലി പോലെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കണ്ടത് തന്നെ ഞാൻ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടേയിരുന്നു. കാരണം 2 ടൈപ്പ് ആപ്പിൾ ഞാൻ കണ്ടത്, ഒന്ന് ഗ്രീനും ഒന്ന് അത്യാവശ്യം റെഡും ആയിട്ടുള്ളത്. നമുക്ക് കിട്ടുന്ന 2 ടൈപ്പാണ് ഇനിയും ഉണ്ട്.
साइड आना जरा, मेरे साइड चेहरा। तो वीडियो खींचा नहीं है ना तो। ഈ പൂക്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാശ്മീരിലെ വഴിയോരങ്ങളിൽ കിടക്കുന്ന പൂക്കളാണ്. നമുക്ക് ബൊക്കെയൊക്കെ ഉണ്ടാക്കാൻ അടിപൊളിയാണ്. क्या हुआ? धनिया है ना इसमें। खा ले जो भी। नहीं आ रहा पूरा। पूछना पड़ेगा चलते हैं, लेकिन वापस उधर से नहीं जा सकता होगा। ഞങ്ങൾ 4 പേരും ഡിസൈഡ് ചെയ്തു ഇനി ഞങ്ങൾ ഹോഴ്സിൽ കയറില്ലെന്ന്. അത് പറഞ്ഞിറങ്ങിയതും ഹോഴ്സ് റൈഡ്, 1 മണിക്കൂർ ഇനിയും ഹോഴ്സ് റൈഡ്, എന്നിട്ട് വേണം അടുത്ത. ഇന്ന് നമ്മുടെ 4th ഡേ ആണ്. ഗുൽമാർഗിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഗണ്ടോല റൈഡ് ഇവിടെ ഫേമസ് ആണ്. അതിൽ കയറാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോവുകയാണ്. ലൈക്ക് എയർപോർട്ട് പോലെ തോന്നി ഈ ഒരു സ്ഥലം. $8,000 है अभी तो इतना सही हुआ है। बहुत ऊपर जाने का 28 वो वहाँ तक जाने का आई थिंक सो। उधर गंडोला दिख रहा है ना, टेंट वेंट। पानी दे दो, ठंडा वाला। അടുത്തത് എൻ്റെ ഫോട്ടോ പോസിങ് സെഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു കോസ്റ്റ്യൂം പ്ലസ് ഈ ഒരു ക്യാപ്പ് ഹാറ്റ്. ऐसा दुनिया में तो क्या करते तुम लोग? हाँ यार, ये फोटो के चक्कर में, वीडियो के चक्कर में फील नहीं ले पाते। फील तो जो लेना है वो तो लेते ही नहीं है। फोटो 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 सही बोल रहे हो। मेरा मस्त है, वो देखा बस दिमाग में बस गया, फोटो गया फोटो। रात को सपने में आना चाहिए। आपको मिल स्लो जाना थोड़ा। ഈ ഒരു ഗുൽമാർഗ് ഈ ഗണ്ടോല റൈഡ് കൊണ്ട് തന്നെ ഭയങ്കര ഫേമസ് ആണ്. അതേപോലെ തന്നെ ഇവിടുത്തെ പൂക്കളും ഹോസും എല്ലാം. ഞാൻ ഈ 1 to 4th ഡേ വരെ എനിക്കുണ്ടായ ആ ഒരു മാറ്റം ഇങ്ങനെ വീക്ഷിക്കുകയായിരുന്നു. അന്ന് കരഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ഇന്ന് കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു ഇത് തന്നെയാണ്. दादा आगे ढूंढेगा, रमेश बोलता है ढूंढेगा आगे। कोई बात नहीं, चल के आ जाएगा आपको क्या।
ഈ വീഡിയോ എടുത്തു തന്ന ചേട്ടനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം വെള്ളാരം കണ്ണുകളുള്ള ആ സുന്ദരനായ യുവാവ് ഒരു കുതിരയെ മേയിച്ചുകൊണ്ട് നടക്കുകയാണ്. നമ്മുടെ നാട്ടിലിപ്പം മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. അതേപോലെ ഈ ചേട്ടനും ഭയങ്കര ഭംഗിയായിരുന്നു ആ ഒരു ദിവസം. അദ്ദേഹം വെള്ളാരം കണ്ണിൽ ഒപ്പിയെടുത്തെന്ന് പറയുന്ന പോലെ എൻ്റെ ഓരോ മൂമെൻറ്റ്സും ഇതുപോലെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. आज उनका मेला होता है वो यहाँ तुझके हुआ मिशन करती है कुछ मंदिर है നിങ്ങളിങ്ങനെ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ എൻ്റെ സ്കൂൾ ടൈമിൽ ഇതേപോലെ വഴിയരികിലൊക്കെ കാണും. അപ്പോൾ അതെടുത്ത് ഇങ്ങനെ പതുക്കെ ഊതും. അപ്പോൾ ഇങ്ങനെ പറന്ന് പോകുന്ന കാണാൻ ഭയങ്കര രസമാണ്. ആ ഒരു നൊസ്റ്റാൾജിയ ഫീലാണ് ഇവിടെ. क्या भैया चाट मसाला मेरे जो बड़े इधर से राजस्थान ഇത് 5th ഡേ ആണ്. എനിക്ക് പെട്ടെന്ന് ആലിയ ഭട്ടിൻ്റെ ഓർമ്മ വന്നു. അങ്ങനെ ഞാൻ സ്വയം ആലിയ ഭട്ടായി മാറി വീഡിയോ എടുക്കുവാണ്. ഞങ്ങളുടെ ഈ ഒരു കാശ്മീർ ട്രിപ്പ് ഈ ഒരു ഹൗസ് ബോട്ടുമായി ഭയങ്കര കണക്റ്റഡ് ആണ്. കാരണം ഞങ്ങളുടെ വീട് പോലെയായിരുന്നു ഇത്. ഇവിടുത്തെ ഭയ്യയും അവരുടെ അമ്മ അച്ഛൻ എല്ലാവരും ഞങ്ങളുടെ ഫാമിലി പോലെയായി. ഭയങ്കര സന്തോഷമായിരുന്നു ഈ 5 ദിവസം ഞങ്ങൾക്ക്. പത്താ ആനാറോക്ക പത്താ ചാനാറോക്ക. അങ്ങനെ കാശ്മീർ ട്രിപ്പ് അവസാനിച്ചു ഗൈസ്. നമ്മളിത് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പം നമുക്ക് ഇനി നാട്ടിലേക്ക് തിരിച്ചു പോകണം എത്രയും പെട്ടെന്ന്. ഇതായിരുന്നു എനിക്ക് ഫ്ലൈറ്റിൽ കിട്ടിയ ഭക്ഷണം. ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. കാരണം എനിക്ക് ഐസ് കിട്ടിയില്ല, മഞ്ഞ് ഫോഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാശ്മീർ എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ബോറടിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്കവിടെ മടുത്തു തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ കാശ്മീർ വാസ് അമേസിങ്. എനിക്ക് ശരിക്കും ഇഷ്ടമായി ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു കുഞ്ഞു കാര്യത്തിൽ മാത്രമേ വിഷമം തോന്നിയുള്ളൂ. അപ്പോൾ ആ ഒരു സ്ഥലം ഇനിയും മടുക്കാത്ത ഓർമ്മകളുമായിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. ഇനിയും വീണ്ടും വരും. പക്ഷേ ആ വരുമ്പോഴത്തേക്കും കുറേ ഐസ് ഉണ്ടായിരിക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഇപ്പം തൽക്കാലത്തേക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങുന്നത്. അപ്പോൾ ഈ ട്രിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അങ്ങനെ ഞങ്ങൾ പ്ലെയിനിൽ തിരിച്ചു വന്നു. കാശ്മീർ ട്രിപ്പ് ഇവിടെ അവസാനിക്കുന്നു. ഇനിയൊരു മറ്റൊരു ട്രിപ്പുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.